Thank you all for joining today's webinar. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടാക്സ് സേവിങ്സിനെ കുറിച്ചും അതിന്റെ പല ഓപ്ഷൻസും, പ്രത്യേകിച്ചും ഇന്ന് നമ്മളുടെ മുമ്പിൽ ന്യൂ ടാക്സ് റെജീം, ഓൾഡ് ടാക്സ് റെജീം ഇങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും NRIs ഒക്കെ ജോയിൻ ചെയ്യാറുണ്ട്. അപ്പം അവർക്കും NRIs ആയിരിക്കുമ്പോഴും എങ്ങനെയാണ് ടാക്സ്, അവർക്ക് ബാധകമാകുന്ന ടാക്സുകൾ ഉണ്ടോ, എങ്ങനെയാണെന്നുള്ള പല കാര്യങ്ങളെ കുറിച്ചുമാണ് ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതുപോലെ we will have ഒരു 40-50 minutes long presentation ഉണ്ടായിരിക്കും. കാര്യം ഇന്ന് ടാക്സിനെ കുറിച്ച് ആയതുകൊണ്ട് തന്നെ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. ലോങ് കുറച്ചധികം സ്ലൈഡ്സ് ഉണ്ട്. So we will have a slides presentation അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. And then we will go to the question answer session. So first of all, എനിക്ക് ചോദിക്കാനുള്ളത്, how many of us think here saving tax is a good way of investment? നിങ്ങൾക്ക് ചാറ്റിലൂടെ നിങ്ങൾക്ക് എന്നോട് റെസ്പോണ്ട് ചെയ്യാം. ഡു യു തിങ്ക് ദാറ്റ് സേവിംഗ് ടാക്സ് ഇസ് എ ഗുഡ് വേ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ്? അതൊരു ഓപ്ഷൻ ആയിട്ട് കരുതുന്നുണ്ടോ എന്നുള്ളതാണ്. സോ ഇഫ് യു ഹാവ് ആൻ ആൻസർ, യു ക്യാൻ റെസ്പോണ്ട് ടു മീ ത്രൂ യുവർ ബൈ ദി ചാറ്റ് ബോക്സ്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ്. ഓക്കെ, സോ ചാറ്റ് എല്ലാവർക്കും ആക്സസിബിൾ ആയിരിക്കും. പ്രോബ്ലി യു ക്യാൻ യൂട്ടിലൈസ് യുവർ ചാറ്റ്സ്, സോ ദാറ്റ് ഗിവ്സ് മീ എ ഫീഡ്ബാക്ക് ടു മീ ഓൾസോ. ഓക്കെ, അതർവൈസ് നമ്മുടെ ഇമോജീസ് ഒക്കെ ഉപയോഗിക്കുന്നതായിരിക്കും. റൈറ്റ്. അപ്പം നമുക്ക് പ്രസന്റേഷനിലേക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നമുക്ക് പല രീതിയിലുള്ളതായ ഇൻവെസ്റ്റ്മെന്റ്സും ഇതുമൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ് ഈ ടാക്സ് സേവിങ് നമ്മൾ കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്താലെന്നുള്ളത്. So that is the most important thing we need to be very clear. So let's go ahead to the presentation. എന്റെ സ്ക്രീനും കാണാൻ പറ്റുന്നുണ്ടല്ലോ? Yes. Yes. Thank you. അപ്പം why tax planning and saving is needed എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. സോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എ റുപ്പി സേവ്ഡ് ഇസ് എ റുപ്പി ഏൺഡ്. കാര്യം വളരെ കഷ്ടമാണ് നമുക്ക് ഒരു പക്ഷേ ഒരു അഡീഷണൽ ആയിട്ട് ഒരു റുപ്പി ഏൺ ചെയ്യാനായിട്ട്. നമ്മൾ ഒത്തിരി ഓവർ ടൈം ഒക്കെ ചെയ്താലായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ബിസിനസ് ആണെങ്കിൽ ദാറ്റ് മച്ച് എഫേർട്ട് ടു ഏൺ എ റുപ്പി. അപ്പൊ നമ്മളുടെ കയ്യിലിരിക്കുന്നതായ പൈസ നമുക്ക് ₹1 സേവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് മോർ ദാൻ എ റുപ്പി ഏർണിംഗിന്റെ എഫക്ട് കൂടുതലാണ്. സോ ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പൊ ടാക്സ് നമുക്ക് എവിടെയൊക്കെ സേവ് ചെയ്യാൻ പറ്റുമോ അത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമ്മള് ഒരുപക്ഷെ ₹2 കഷ്ടപ്പെട്ട് ഏൺ ചെയ്തതിനേക്കാൾ എഫക്റ്റ് ആണ് ഈ സിമ്പിൾ വേയില് നമുക്ക് ടാക്സ് സേവിംഗ് വഴി ₹1 സേവ് ചെയ്യാൻ പറ്റുകയാണ്. സോ ഇത് കുറച്ച് പത്ര കട്ടിങ്ങുകളൊക്കെയാണ്. ദിസ് ഹാസ് കം ഇൻ ദ ന്യൂസ് പേപ്പർ, സം റിപ്പോർട്ട്സ്. അതായത് പീപ്പിൾ ഡു നോട്ട് റിയലി അണ്ടർസ്റ്റാൻഡ് വേർ ദേ ക്യാൻ സേവ് ഓർ ഹൗ ദേ ക്യാൻ സേവ്. അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഓരോ വർഷവും എന്തുമാത്രം പൈസയാണ് ഓരോ ഇൻഡിവിജ്വൽസും നഷ്ടപ്പെടുന്നത് ആവറേജ് കണക്കുകളാണ്. ടാക്സ് പേയേഴ്സ് ഷെൽ ഔട്ട് എക്സ്ട്രാ 20,000 on ആവറേജ്. ഇപ്പോഴത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ എവറി പെനി ഈസ് കൗണ്ടഡ്, എവറി റുപ്പി ഈസ് ടാക്സ്ഡ്. അപ്പൊ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് അനലൈസ് ചെയ്ത് ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇൻഡിവിജ്വലി പൈസ സേവ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തും എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നാളെ ഇന്റർനാഷണൽ വിമൻസ് ഡേ ആണ്. അപ്പൊ വിമൻ മെമ്പേഴ്സ് ആരെങ്കിലും നമ്മുടെ വെബിനാർ കേട്ടിട്ടുണ്ടെങ്കിൽ ദേ ഓൾസോ നീഡ് ടു തിങ്ക്. ഒത്തിരി അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ദേ നീഡ് ടു ഹാവ് കറക്റ്റ് ഫിനാൻഷ്യൽ പ്ലാൻ. എനിക്ക് പലപ്പോഴും അറിയാം, ഇവിടെ ടെക്നോ പാർക്കിലൊക്കെ ഞാൻ എൻ്റെ കുറച്ച് കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ലേഡീസിനൊക്കെ ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് they get salary and they just keep it in the savings bank. ഇനിഷ്യൽ ഡേയ്സിൽ കുഴപ്പമില്ലായിരിക്കും, because their salary may be 40,000, 50,000 rupees. പക്ഷേ ഓവർ എ പീരീഡ്, ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് അവരുടെ എക്സ്പെൻസ് കഴിഞ്ഞതിന് ശേഷം ഒരു 5-6 lakhs കൂടുതൽ അവര് അക്കൗണ്ടിൽ വെറുതെ കിടക്കുന്നു. Whereas they can wisely utilize that money to invest and they can make more money. പക്ഷെ അതിന് പകരം അവർ അവിടെ ഇടുന്നത് കൊണ്ട് അവർക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റും ടാക്സ് ആവുകയാണ്. അപ്പൊ ഏതൊക്കെ അക്കൗണ്ടുകളിലാണ് ടാക്സേഷൻ വരുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ ഇന്ന് കവർ ചെയ്യും. Benefits of tax saving. We need to understand what are the benefits. Saving for future needs like children education, retirement, etc. Individual anengil, family ulla anengil, wherever we can save the money,
we can utilize for our future needs, even retirement, കുട്ടികളുടെ വിവാഹം, എഡ്യൂക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താൻ. ആൻഡ് ഇഫ് ഇറ്റ് ഓൾ ഇതുപോലെയുള്ള റിട്ടയർമെന്റ്, ഇപ്പൊ എനിക്ക് പെൻഷൻ ഉണ്ട്, മറ്റു കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു ജോലിയിലുള്ള ഒരാളാണെങ്കിൽ പോലും അത് നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനിലേക്ക് അത് എസ്റ്റേറ്റ് പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് ഹാൻഡ് ഓവർ ചെയ്ത് പോകുമ്പോൾ അത് അവർക്ക് കൂടുതൽ സഹായകരമാണ്. അതാണ് രണ്ടാമത്. പിന്നെ അതുപോലെ തന്നെ വി ക്യാൻ ടാക്സ് സേവിംഗ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഓഫ് എനി എന്താ പറയുക ഫിനാൻഷ്യൽ ഡിഫിക്കൽറ്റി വരുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ പോലും നമ്മൾ സേവ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ അതൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതെ ഒഴിവാക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ യു ക്യാൻ ടേക്ക് ഹെൽത്ത് ഇൻഷുറൻസ്, യു ക്യാൻ ടേക്ക് ലൈഫ് ഇൻഷുറൻസ് വിത്ത് ഫോർ ടാക്സ് സേവിംഗ് പർപ്പസ്. അപ്പൊ അങ്ങനെയുള്ളത് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി വന്നാലും ഹെൽത്ത് ആയാലും ലൈഫിന് റിലേറ്റഡ് ആണെങ്കിലും വി ക്യാൻ യൂസ് ദിസ് വൈസ്ലി. നാലാമത് വരുന്നതാണ് ഹാബിറ്റ് ഓഫ് ഡിസിപ്ലിൻ ഇൻവെസ്റ്റ്മെന്റ്സ്. എല്ലാ മാസവും എല്ലാ വർഷവും തന്നെ കൃത്യമായ ഒരു തുക നമ്മൾ സേവ് ചെയ്യുന്നു, which we are able to utilize for a later date എന്ന് വരുമ്പോൾ that will have much bigger impact, that will have much better എന്താ പറയുക നമ്മളെ തന്നെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടൊരു ലൈഫ് നമുക്ക് കിട്ടുകയും ചെയ്യും. സോ അപ്പൊ ഈ സേവിങ്സ് അല്ലെങ്കിൽ ടാക്സ് സേവിംഗ് എന്നുള്ളത് എല്ലാവരും നീഡ് ആണെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ helps us lot in our money management എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കാം. So let's go to the understand basis of taxation. കാര്യം ഇപ്പം ഇതിനകത്ത് ചിലപ്പോൾ NRIs ആയിട്ടുള്ളവർ കയറുന്നുണ്ടായിരിക്കും. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ടാക്സേഷന്റെ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്നുള്ളതാണ്. ഇൻകത്തേക്കാളും NRI ആണെങ്കിൽ they are liable to pay tax. So we need to understand what is the taxation basis എന്നുള്ളതാണ്. ഒന്ന്, റെസിഡന്റ് ഇന്ത്യൻ needs to, നമ്മൾ ടാക്സേഷന്റെ വരുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, നാഷണാലിറ്റി അല്ല, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. അത് അടുത്ത സ്ലൈഡിൽ മനസ്സിലാക്കാം. സോ റെസിഡന്റ് ഇന്ത്യൻ നീഡ് ടു പേ. പിന്നെ നോൺ റെസിഡന്റ് ഇന്ത്യൻ NRIകൾക്കായിട്ടുള്ളവർക്ക് ചില കേസുകൾ എങ്ങനെയാണെന്ന് പറയാം. ജനറലി നമ്മൾ അറിയുന്നത് അവർക്ക് ടാക്സ് പേ ആണ്. ദാറ്റ്സ് കറക്റ്റ്. തേർഡ്, റെസിഡന്റ് നോട്ട് ഓർഡിനറിലി റെസിഡന്റ്. അതായത് ചില പ്രത്യേക സാഹചര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ എന്താ പറയുക ക്രിക്കറ്റ് ലീഗ്, ഇന്ത്യ 2020 ഒക്കെ വന്ന് കളിക്കുന്നു. സോ ദേ ആർ റെസിഡന്റ് നോട്ട് റെസിഡന്റ്ലി റെസിഡന്റ് നോട്ട് ഓർഡിനറി റെസിഡന്റ്, RNOR. അവര് ആ ഒരു ഗെയിമിന് വേണ്ടി കുറെ കാലത്തേക്ക് കൂടെ താമസിക്കുന്നു, അവർക്ക് ഇന്ത്യയിൽ നിന്നാണ് ഇൻകം കിട്ടുന്നത്. സോ ദാറ്റ് ഇൻകം ഇസ് ഓൾസോ ടാക്സ്. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ചിലപ്പം വെളിനാട്ടുകാര്, ഫോറിൻ നാഷണാലിറ്റീസ് ഇവിടെ വന്ന് വർക്ക് ചെയ്യും കുറെ നാളത്തേക്ക്. സോ അവർ ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് ഡേയ്സിൽ കൂടുതൽ ഇന്ത്യയിൽ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ they have to pay the tax. സോ അങ്ങനെ ടാക്സേഷന്റെ ബേസിസ് എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ സോഴ്സ് ഓഫ് ഇൻകം ഏതൊക്കെ തരത്തിലുള്ളതാണ്, അതിനെങ്ങനെയാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെയാണ് സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ളത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ, കാറ്റഗറൈസേഷൻ യു വിൽ ബി കമ്മിങ് ടു ഇറ്റ്. അപ്പൊ ഐഡന്റിഫൈങ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നോർമലി ഇപ്പം എന്നെ കേൾക്കുന്ന ആൾക്കാരിൽ കൂടുതൽ പേരും ഐ അണ്ടർസ്റ്റാൻഡ് എല്ലാവരും ഇന്ത്യക്കാരാണ്, ഇന്ത്യയിൽ തന്നെ സ്ഥിരമായി താമസിക്കുന്നവരാണ്. അവരെ ഏകദേശം 182 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യയിൽ താമസിക്കുന്നവരാണ്. അപ്പം 182 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യയിൽ താമസിക്കുകയാണെങ്കിൽ they are considered resident. ഇപ്പൊ ജോലിക്കായിട്ട് നമ്മൾ ഇന്ത്യക്ക് പുറത്ത് പോവുകയാണ്, അവര് ലെസ് ദാൻ 182 ഡേയ്സ് ആണ് എന്താ പറയുന്നത് ഇന്ത്യയിൽ താമസിക്കുന്നത് മോസ്റ്റ് ഓഫ് ദ ഡേയ്സ്. അപ്പൊ 182 ദിവസവും അവിടെ വെളിയിലാണ് they are considered non-resident. പിന്നെ അതിൽ തന്നെ RNOR ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ 120 ഡേയ്സിൽ കൂടുതൽ ഉണ്ട്, പക്ഷെ ലെസ് ദാൻ 182 ഡേയ്സ് അങ്ങനെ വരുന്നവർ കേസുകളുണ്ട് RNOR. അപ്പൊ ബേസിക്കലി നമുക്ക് രണ്ട് ക്രൈറ്റീരിയകളാണ് വരുന്നത്, നോൺ റെസിഡന്റ്. നോൺ റെസിഡന്റ് ആയിട്ട് ആയിട്ട് കണക്ക് കൂട്ടണമെങ്കിൽ അവര് ഇന്ത്യയിൽ പുറത്ത് 182 ദിവസം 182 ദിവസമോ അതിൽ കൂടുതലോ താമസിക്കും. ചിലപ്പോൾ ചില കമ്പനികൾ നമുക്ക് ഇപ്പം കോവിഡിന്റെ കാലത്ത് അറിയാമായിരുന്നു വർക്ക് ഫ്രം ഹോം, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചിലരൊക്കെ ഇന്ത്യയിൽ ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത്. ഓഫ്കോഴ്സ് അവര് ചിലപ്പം ഒരുപക്ഷെ ഗൾഫിലെ കമ്പനികളിലോ അല്ലെങ്കിൽ സിംഗപ്പൂർ ബേസ്ഡ് കമ്പനീസിലോ ആയിരിക്കും ജോലി. പക്ഷെ അവർ 182 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യയിൽ സ്റ്റേ ചെയ്തുകൊണ്ട് അവരുടെ ടാക്സേഷൻ വരുമ്പോൾ അവരുടെ സ്റ്റാറ്റസ് റെസിഡന്റ് ആണ്. They are supposed to pay tax in India. അവർക്ക് ഈ ഗ്ലോബലി കിട്ടുന്ന ഇൻകം ടാക്സ് ആണ്. ഇനി ഇപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ 182 ദിവസത്തിൽ കൂടുതൽ താമസിച്ചു, നിങ്ങൾക്ക് എന്താ പറയുന്നത് ഇവിടുത്തെ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, അവിടുന്ന് കുറച്ച് അലവൻസ്, ഇപ്പൊ കുറെ പേര് മൾട്ടിപ്പിൾ ജോബ്സ് എടുക്കുന്നുണ്ടായിരുന്നു, ഇടയ്ക്ക് ഇഷ്യൂ ആയിരുന്നു. അങ്ങനെ എടുക്കുമ്പോൾ അവിടുന്ന് കിട്ടുന്ന ഗ്ലോബൽ ഇൻകത്തിന്
നിങ്ങൾ ഇന്ത്യയിൽ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. സോ ദാറ്റ്സ് വെരി ക്ലിയർ. റെസിഡന്റ് ആയി കഴിഞ്ഞാൽ യു നീഡ് ടു പേ ദ ടാക്സ്. അപ്പൊ അതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കി, ഞാൻ റെസിഡന്റ് നോൺ റെസിഡന്റ് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം അറിയേണ്ടത് എന്തൊക്കെ തരം ബാങ്ക് അക്കൗണ്ടുകളാണ് ഓരോരുത്തർക്കും പറ്റുന്നത്. അപ്പൊ റെസിഡന്റ് ആയിട്ടുള്ള ഇന്ത്യന് പറ്റുന്നത് സേവിങ്സ് അക്കൗണ്ട്, അത് എല്ലാവർക്കും ഉള്ളതാണ്. സാലറി ആണെങ്കിലും അല്ലെങ്കിൽ സേവിങ്സ് ആയിട്ട് എല്ലാവർക്കും ഉള്ള അക്കൗണ്ട്. അത് ആൾ പർപ്പസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് കിട്ടുന്ന സേവിങ്സ് ബാങ്കിന് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇപ്പൊ 3.5% ഒക്കെയാണ് കിട്ടുന്നത്. സോ അതിന്റെ ടാക്സേഷൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ആണ് ബിയോണ്ട് 10,000 റുപ്പീസ് ടാക്സ്. ഒരു വർഷം 10,000 രൂപ വരെ നമുക്ക് എക്സംപ്റ്റഡ് ആണ്. അതിൽ കൂടുതൽ കിട്ടുന്നതായ ഇൻട്രസ്റ്റ് നമ്മൾ പൈസ കൊടുക്കാൻ ബാധ്യസ്ഥ, ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ബാങ്ക് SBI അക്കൗണ്ടിൽ ഇഫ് യു ആർ കീപ്പിംഗ് ലാർജ് സം ഓഫ് മണി, ഒരു എമർജൻസിക്ക് വേണ്ടതായ പൈസ നമുക്ക് സൂക്ഷിക്കാം. 3-4 lakhs or 5 lakhs or 6 lakhs. അതിൽ കൂടുതലായിട്ട് ഇഫ് യു ആർ കീപ്പിംഗ് മോർ ദാൻ 6 to 7 lakhs ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടായിരിക്കും. അത് കിട്ടുന്ന 3% ആണ്. അതിന്റെ ആ കിട്ടുന്ന ഇൻട്രസ്റ്റ് ടാക്സ്. അത് ടാക്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ റെഗുലർ മറ്റ് ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങളുടെ സ്ലാബിനനുസരിച്ചായിരിക്കും ടാക്സേഷൻ വരുന്നത്. സോ വെൻ വി ഗോ ഫോർ വി വിൽ അണ്ടർസ്റ്റാൻഡ്. പിന്നെ വരുന്നതാണ് റെസിഡന്റ് ഇന്ത്യയെ പറ്റുന്ന കറണ്ട് അക്കൗണ്ട്. അതായത് ബിസിനസ് ഉള്ളവർക്ക് അവരുടെ ബിസിനസിന്റെ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ, ബിസിനസ് ട്രാൻസാക്ഷൻസ് പൈസയൊക്കെ വരാനായിട്ട് ഉപയോഗിക്കുന്നതാണ് കറണ്ട് അക്കൗണ്ട്. പക്ഷേ അതിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ഇൻട്രസ്റ്റ്. അവിടെ കറണ്ട് അക്കൗണ്ട് ഒരു ഇൻട്രസ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ടാക്സ് വരുന്നത്. But when it comes to non-resident, NRI എന്നറിയപ്പെടുന്നവർക്ക് അവർക്ക് 3 തരം അക്കൗണ്ട്. ഒന്ന് NRE അക്കൗണ്ട്, നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ. അവരുടെ ഈ ഫോറിനിൽ കിട്ടുന്ന സാലറി ഇന്ത്യയിലേക്ക് പല ആവശ്യങ്ങൾക്കായിട്ട് റെമിറ്റ് ചെയ്യാനായിട്ട്, സേവ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന NRE അക്കൗണ്ട്. അപ്പൊ അതിന് NRE ഇൻട്രസ്റ്റ് ഉണ്ട്. അത് RBI ബാങ്കുകളിൽ കൂടെ നിശ്ചയിക്കുന്നതാണ് ഇൻട്രസ്റ്റ്. ആ ഇൻട്രസ്റ്റ് ടാക്സ് ഫ്രീ. ഇനി അടുത്ത ഒരു അക്കൗണ്ട് ആണ് NRO അക്കൗണ്ട്. അതായത് ഒരു നോൺ റെസിഡന്റ് ഇന്ത്യൻ, ഒരു റെസിഡന്റ് ഇന്ത്യൻ, ഇപ്പൊ ഹസ്ബൻഡ് വെളിയിൽ വർക്ക് ചെയ്യുന്നു, ഭാര്യ ഇന്ത്യയിലാണ്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഭാര്യയ്ക്ക് മാസാമാസം നമ്മൾ വീട്ടിലെ ചെലവിന് അയച്ചു കൊടുക്കും. സോ ഈ റെസിഡന്റ് ആയിട്ടുള്ള വൈഫും നോൺ റെസിഡന്റ് ആയിട്ടുള്ള ഹസ്ബൻഡും കൂടെ ചേർന്ന് ഒരു അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ്സ് കൺസേൺഡ് NRO. അപ്പൊ അതിലും SBIയുടെ ഇൻട്രസ്റ്റ് തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ വലിയ വ്യത്യാസം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഈസ് ടോട്ടലി ടാക്സബിൾ. പിന്നെ TDS ആണെന്നുണ്ടെങ്കിൽ മാക്സിമം സ്ലാബ് റേറ്റിലാണ് ഡിഡക്ട് ചെയ്യുന്നത്. അതായത് ഓരോ ക്വാർട്ടറിലും നമുക്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് TDS ഡെബിറ്റ് ചെയ്തിട്ടാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. അതും 30%. പിന്നെ അതിന്റെ സർചാർജും ചേർത്ത് സെസ്സും ചേർത്തുള്ള മാക്സിമം സ്ലാബിലാണ് അത് ടാക്സ് പിടിക്കുന്നത്, TDS പിടിക്കുന്നത്. സോ ദാറ്റ്. അപ്പൊ ഒരുപാട് പേര് NRO അക്കൗണ്ട് ഇവിടെ പലർക്കും എന്തിനൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇപ്പം NRE ആയിട്ട് വർക്ക് ചെയ്യുന്നു, അവർക്ക് ഇന്ത്യയിൽ ഒരു റെന്റിൽ ഒരു വീട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ഥാപനം കൊടുത്തിട്ടുണ്ട്. ആ കിട്ടുന്ന റെന്റ് എല്ലാം നമുക്ക് NRO അക്കൗണ്ടിൽ മാത്രമേ നമുക്ക് റെമിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ അവിടെ വരുന്നതായ പൈസ എല്ലാം ടാക്സബിൾ ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് NRO അക്കൗണ്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, NRO അക്കൗണ്ടിൽ FD ഇട്ടു കൊടുക്കും. ഭയങ്കരമായ ഒരു നഷ്ടമാണ് അവർക്ക് സംഭവിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഫുൾ ടാക്സബിൾ ആണ്. പിന്നെ അവർ പലരും നെഗ്ലക്ട് ചെയ്യുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ അവരുടെ ആ ഒരു മിനിമം ഇൻകം സ്ലാബിനകത്ത് വരുന്നില്ല എങ്കിൽ അവർക്ക് റിട്ടേൺ ഫയൽ ചെയ്ത് അവർക്ക് ആ ടാക്സ് പിടിച്ച് തിരിച്ചെടുക്കാം. പക്ഷെ അവർക്ക് അതിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ജസ്റ്റ് ലീവ് ഇറ്റ്. പിന്നെ വരുന്ന മൂന്നാമത്തെ അക്കൗണ്ട് ആണ് FCNR, ഫോറിൻ കറൻസി നോൺ റെസിഡന്റ്. അതായത് നിങ്ങൾക്ക് ഇപ്പം ഗൾഫിലൊക്കെ ഉള്ളവർക്കോ അല്ലെങ്കിൽ സിംഗപ്പൂർ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഏത് രാജ്യത്തുള്ളവർക്കാണെങ്കിലും ഈ NRE അക്കൗണ്ട് പോലെ തന്നെ ഫോറിൻ കറൻസിയിലാണ് നിങ്ങളുടെ ആ സേവിങ്സ് സൂക്ഷിക്കുന്നത്. അതിന് 5-6 കറൻസി മാത്രമാണ് ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള 5-6 കറൻസി. ഒന്ന് ഡോളർ, ഒന്ന് UK പൗണ്ട്, ഒന്ന് യൂറോ, പിന്നെ ജപ്പാൻ yen. അങ്ങനെ 5-6 കറൻസികൾ അലൗഡ് ആണ്. ആ കറൻസിയിലാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ കറൻസി വേരിയേഷൻ ഒക്കെ അനുസരിച്ചുള്ള മാർക്കറ്റ് ലിങ്ക്ഡ് ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത്. പക്ഷെ അതിന് ടാക്സ് ഒന്നുമില്ല, അത് ടാക്സ് ഫ്രീ ആണ്. അപ്പം ബാങ്ക് അക്കൗണ്ട് തന്നെ റെസിഡന്റ് ഇന്ത്യന് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന സേവിങ്സ് ആണ്. NRIയെ സംബന്ധിച്ചിടത്തോളം 3 തരം അക്കൗണ്ട് ഉണ്ട്. അപ്പൊ അത് NRE ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ അവർക്ക് കിട്ടുന്നതായ ഇൻട്രസ്റ്റ് റേറ്റ്. സോ ദാറ്റ് ഇസ് വാട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. നെക്സ്റ്റ് വരുന്നത് ഇൻകം ടാക്സിന്റെ അനുസരിച്ച് തന്നെ വാട്ട് ആർ ദ കാറ്റഗറൈസേഷൻ ഓഫ് സോഴ്സസ്. ഒന്ന് ഇൻകം ഫ്രം സോഴ്സ്, ഇൻകം ഫ്രം സാലറി. അതായത് നമ്മൾ ജോലി ചെയ്യുന്നു, നമ്മളൊരു എംപ്ലോയി ആണ്. അപ്പം ചിലപ്പോൾ സ്കൂളിലായിരിക്കാം, ചിലപ്പോൾ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരിക്കും, അപ്പം ഏതെങ്കിലും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് വർക്ക്. എല്ലാം വരുന്ന ഇൻകം ഫ്രം സാലറി ഈസ് വൺ സോഴ്സ്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. നമുക്ക്
ഹൗസ് റെന്റിന് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ റെന്റൽ പർപ്പസിന് കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്താണ്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. 3 വരുന്നത് പ്രോഫിറ്റ് ഓർ ഗെയിൻ ഫ്രം ബിസിനസ്. അതായത് ഇപ്പൊ എന്നെ പോലെ ഞാനൊരു ബിസിനസ് ചെയ്യുന്നു, അല്ലെന്നുണ്ടെങ്കിൽ വേറെ പലതരം ബിസിനസ്സുകൾ ചെയ്യുന്നു. അത് ഇൻഡിവിജ്വൽ ആവാം, കമ്പനി ആയിട്ടാവാം, എങ്ങനെയാണെങ്കിലും അതിൽ നമുക്ക് പ്രോഫിറ്റും ഗെയിനും വരുന്നത് തന്നെയാണ് പ്രോഫിറ്റ് ഫ്രം ഗെയിൻ. അതാണ് തേർഡ് കാറ്റഗറൈസ്. പിന്നെ വരുന്നതാണ് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻസ്, വേറെ യുവർ മണി ഈസ് ഇൻവെസ്റ്റഡ് ഇൻ ഇതർ പ്രോപ്പർട്ടി ആവാം, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ആവാം, അല്ലെങ്കിൽ ഇക്വിറ്റിയിലാവാം. ഇവിടെ എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായ ലാഭം, ദാറ്റ് ഇസ് സെപ്പറേറ്റ്. പിന്നെ വരുന്നതാണ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. എന്തൊക്കെയാണ് ഇതിന്റെ കാരണം? ഇൻട്രസ്റ്റ് ഇൻകം വരുന്നു. ഇപ്പം FD ഇട്ടു, അതിന് ഇൻട്രസ്റ്റ് വരും. ദാറ്റ് ഇസ് നോട്ട് പാർട്ട് ഓഫ് സാലറി, ദാറ്റ് ഇസ് നോട്ട് പാർട്ട് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി, ദാറ്റ് ഇസ് നോട്ട് റൺ ബിസിനസ്, ദാറ്റ് ഇസ് നോട്ട് ക്യാപിറ്റൽ ഗെയിൻ. ഇറ്റ് ഇൻട്രസ്റ്റ് ഫ്രം അതർ സോഴ്സ്. കുറെ തരം ഇൻകങ്ങൾ അതർ സോഴ്സിലേക്ക് വരുന്നു. അതെന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. സോ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ് ഇൻകം ടാക്സ് റേറ്റുകൾ എങ്ങനെയാണ്. ഒന്ന്, ടാക്സ് അറ്റ് സ്ലാബ് റേറ്റ്. ഇതായിരിക്കും കൂടുതൽ ആൾക്കാർക്കും ഫെമിലിയർ, ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ വർക്കിംഗ്. അപ്പൊ അവർക്കറിയാം 10%, 15%, 20%, 30% സ്ലാബ് റേറ്റ്. പിന്നെ വരുന്നതാണ് സ്പെസിഫൈഡ് റേറ്റ്. അതായത് ചില ഐറ്റംസ്, ഇപ്പൊ ക്യാപിറ്റൽ ഗെയിൻസ്, പ്രോപ്പർട്ടിക്ക് ഒരു സ്പെസിഫൈഡ് റേറ്റ്, ഇക്വിറ്റിക്ക് ഒരു സ്പെസിഫൈഡ് റേറ്റ് ആണ്. അപ്പൊ അങ്ങനെ സ്പെസിഫൈഡ് റേറ്റ് അനുസരിച്ച് പോകണം. പിന്നെ വരുന്നതാണ് നമുക്ക് ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ബേസ്ഡ് ഓൺ ദ ടോട്ടൽ ഇൻകം സർചാർജ് ആണ്. അതൊരു പർട്ടിക്കുലർ ഇൻകത്തിന് മേളിലുള്ളവർക്കാണ്. 10% ഫോർ മോർ ഇൻകം, 10% ഫോർ ഇൻകം മോർ ദാൻ 50 lakhs. 50 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം ഒരു വർഷത്തിൽ ടാക്സബിൾ ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് 10% സർചാർജ് ബാധകമാണ്. 15% if it is more than a crore, and then 25% if income is more than 2 crore. Okay, ഇത്രയും നമ്മൾ സർചാർജ്. 15% for equity, STCG and LTCG and property LTC. അതായത് STCG എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉള്ളത്. ഇത് ഫിക്സഡ് ആണ്. ഇത് 15% ഫ്ലാറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. പിന്നെ വരുന്നതാണ് സെസ്. അതൊരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ളത് ഒരു ചാർജ് ചെയ്യുന്നതിനാണ് സെസ് എന്ന് പറയുന്നത്. അപ്പൊ 4% ടാക്സ് ഓൺ 4% ഓൺ ടാക്സ് ഇൻക്ലൂഡിംഗ് സർചാർജ്. അപ്പൊ ആദ്യം നമ്മുടെ സ്ലാബ് റേറ്റിലോ സ്പെസിഫൈഡ് റേറ്റിലോ നമ്മളെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് സർചാർജ് ആഡ് ചെയ്ത് അതിന്റെ 4% ആയിരിക്കും നമുക്ക് സെസ് ആയിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മുടെ ടോട്ടൽ ടാക്സിലേക്ക്, ടാക്സ് പേയ്ഡിലേക്ക്, പേയബിൾ ടാക്സിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ അടുത്തത് അണ്ടർസ്റ്റാൻഡ് ദ ടാക്സ് ആപ്ലിക്കബിൾ ബേസ്ഡ് ഓൺ ദ സോഴ്സ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ഇൻകം ഫ്രം സാലറി ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് സ്ലാബ് റേറ്റ് വിത്ത് പെർമിറ്റഡ് ഡിഡക്ഷൻസ് ആൻഡ് എക്സംഷൻസ്. ഓക്കെ. പിന്നെ വരുന്നതാണ് അടുത്തത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അതും സ്ലാബ് റേറ്റ് തന്നെയാണ് വിത്ത് പെർമിറ്റഡ് ഡിഡക്ഷൻസ് ആൻഡ് എക്സംഷൻസ്. ഇതിൽ ഏതൊക്കെയാണ് പെർമിറ്റഡ് ഡിഡക്ഷൻസ്, ഏതൊക്കെയാണ് എക്സംഷൻസ് എന്നുള്ളത് നെക്സ്റ്റ് സ്ലൈഡ്സിൽ നമുക്ക് മനസ്സിലാക്കാം. അടുത്ത വരുന്നതാണ് പ്രോഫിറ്റ് ഓർ ഗെയിൻസ് ഫ്രം ബിസിനസ്. ഇതിനെക്കുറിച്ചും സ്ലാബ് റേറ്റ് തന്നെയാണ് വിത്ത് പെർമിറ്റഡ് എക്സ്പെൻസസ്, ഡിഡക്ഷൻസ് ആൻഡ് എക്സംഷൻസ്. ഇവിടെ എല്ലാം അലൗഡ് ആണ്. ഇവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്, എക്സ്പെൻസസ് നമുക്ക് കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ വരുന്നതാണ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. അത് സ്ലാബ് റേറ്റ് ആണ്. ഇതിന് പെർമിറ്റഡ് ഡിഡക്ഷൻസും എക്സംഷൻസും ഉണ്ട്. പക്ഷെ ഇതെല്ലാം കൂടെ മൾട്ടിപ്പിൾ ഇതുണ്ടെങ്കിൽ പോലും എവിടെയെങ്കിലും ഒരിടത്ത് മാത്രമേ നമുക്ക് പെർമിറ്റഡ് ആയിട്ടുള്ള ഡിഡക്ഷൻസ് അവൈലബിൾ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് സ്ലാബ്. പിന്നെ വരുന്നതാണ് ക്യാപിറ്റൽ ഗെയിൻസ്. സ്പെസിഫൈഡ് റേറ്റ് ആണ്. ഞാൻ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞതുപോലെ ക്യാപിറ്റൽ ഗെയിൻസ് ഓരോന്നിനും അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും, സ്പെസിഫൈഡ് റേറ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ ഇൻകം ടാക്സ് സ്ലാബ് ഞാൻ ഒന്ന് കാണിക്കാം. ന്യൂ റിജീമും ഓൾഡ് റിജീമും. ന്യൂ റിജീമിൽ വരുന്ന അനുസരിച്ച് നമുക്ക് 6 സ്ലാബ്സ് ആണുള്ളത്. 0 to 3 lakhs, 3 to 6 lakhs, 6 to 9, 9 to 12 and 12 to 15. അപ്പൊ 15 and above ഇതിന്റെ ഈ സ്ലാബ് ടാക്സ് റേറ്റും ആണ് കാണിച്ചിരിക്കുന്നത്. 3 lakhs വരെ ആണെങ്കിൽ 0 ടാക്സ്, 5% ആണ് അടുത്തത്, 10% നെക്സ്റ്റ്, 15% നെക്സ്റ്റ്, 20% നെക്സ്റ്റ് ആൻഡ് 30%. 30% ആണ് ഹയസ്റ്റ് ടാക്സ്. അപ്പൊ ഒരു ആൾക്ക് 9 lakhs ആണ് സാലറി എങ്കിൽ he has to pay 15 plus 30, അതായത് 45,000 rupees. If it is 8.5 lakhs ആണെങ്കിൽ അത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 68.5 lakhs 10%, മറ്റേതിന് 15,000 ആണ് ആഡ് ചെയ്യുക. അപ്പൊ ഓൾഡ് ടാക്സ് റെജീം നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്ലാബ് റേറ്റുകൾ കുറവാണ്. ആ 4 ഉള്ളൂ. 0 to 2.5, 2.5 to 5, 5 lakh to 5 to 10 and 10 lakh and more. അങ്ങനെ 4 സ്ലാബ് ആണുള്ളത്. ഇവിടെയും ഹയസ്റ്റ് സ്ലാബ് എന്ന് പറയുന്നത് 30% ആണ്. അപ്പൊ ഇതിന്റെ പുറത്താണ് നമുക്ക് സർചാർജും സെസ്സും എല്ലാം ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ വി ആർ ഗോയിങ് ഇൻ ടു ഡീറ്റെയിൽ സാലറി, ഇൻകം, പെർമിറ്റഡ് ഡിഡക്ഷൻസ് ആൻഡ് എക്സംഷൻസ്.
അപ്പൊ ഇതിലെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് റിജീമാണ് ഞാൻ നേരത്തെ കാണിച്ചത്. അപ്പൊ ഇതിലെ പുതിയ റിജീമിൽ എല്ലാ എക്സംഷൻസോ ഡിഡക്ഷൻസോ ഒന്നും അലൗഡ് ആണ്. ഓൺലി അലൗഡ് മാത്രമായിട്ട് ഞാൻ സെപ്പറേറ്റ് കാണിക്കാം. അപ്പൊ ഓൾഡ് റിജീമിലേക്ക് വരുമ്പോൾ പ്രൊഫഷണൽ ടാക്സ് നമുക്ക് ഡിഡക്ട് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. NPS കോൺട്രിബ്യൂഷൻ ബൈ എംപ്ലോയർ 80CCD2 എന്ന് പറഞ്ഞു. പിന്നെ പ്രൊഫഷണൽ ടാക്സ് പേ ചെയ്തത്, അതുപോലെ തന്നെ ഡിഡക്ഷൻസ് പെർമിറ്റഡ് അണ്ടർ 80C 80C അനുസരിച്ച് ചില ഡിഡക്ഷൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ കുറയ്ക്കാം. അതായത് നമ്മൾ പലരും സേവ് ചെയ്യുന്ന EPF, ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട്സ്, അതുപോലെ വീട് മേടിക്കുമ്പോൾ അതിൻ്റെതായ പ്രിൻസിപ്പൽ എമൗണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ 80D എന്ന് പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. പിന്നെ 80PTA നമ്മുടെ ബാങ്ക് ഇൻട്രസ്റ്റ് 10,000 വരെ എക്സംപ്റ്റഡ് ആണെന്ന് പറഞ്ഞു. അതിനനുസരിച്ചുള്ളത് കുറയ്ക്കാൻ പറ്റും. HRA ഉള്ളവർക്ക് HRA കുറയ്ക്കാം. 80G എന്ന് പറയുന്നത് ഡൊണേഷൻസ് ആണ്. അത് ഓരോന്നിനും ക്രൈറ്റീരിയ ഉണ്ട്. പിന്നെ 80CCD1B അതായത് NPSലേക്ക് നമ്മളുടെ കോൺട്രിബ്യൂഷൻ ആയിട്ട് 50,000 റുപ്പീസ് നമുക്ക് കിട്ടാം. അതും നമുക്ക് ഇവിടെ കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഓൾഡ് റിജീമിൽ നമുക്ക് ഒരുപാട് ഡിഡക്ഷൻസ് പെർമിറ്റഡ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ന്യൂ റിജീമിലേക്ക് വരുമ്പോൾ ഇവിടെ ഇതൊന്നും പെർമിറ്റഡ് അല്ല. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ NPS കോൺട്രിബ്യൂഷൻ ബൈ എംപ്ലോയർ, ഇത് രണ്ടും മാത്രമേ ഇവിടെ കുറയ്ക്കാൻ പറ്റുകയുള്ളൂ. പ്രൊഫഷണൽ ടാക്സോ 80CO വീട് മേടിച്ചതിന്റെ ഇതോ വീടിന്റെ ഇൻട്രസ്റ്റോ ഒന്നും നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. ഓൾഡ് റിജീമിൽ അതെല്ലാം പറ്റും. ഇനി അടുത്ത അതാണ് ഓൾഡ് റിജീം, ന്യൂ റിജീം, എസ്പെഷ്യലി സാലറി ഇൻകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അടുത്തത് വരുന്നതാണ് ഇൻകം ഫ്രം പ്രോപ്പർട്ടിയിൽ വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് ഡിഡക്ഷൻസ് എന്നുള്ളതാണ്. കോർപ്പറേഷൻ, ലോക്കൽ ബോഡി ടാക്സ്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഓഫ് 30% ഓഫ് ദ റെന്റൽ ഇൻകം. ഇപ്പൊ ഒരാൾക്ക് 10,000 രൂപ വെച്ചിട്ട് നമുക്ക് മാസം കൊടുക്കുന്നുണ്ടെങ്കിൽ 12 months ആകുമ്പോൾ 1.2 lakhs. ആ 1.2 lakhsന്റെ 30% നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പെർമിറ്റ് ഉണ്ട്. പിന്നെ ഈ ഡിഡക്ഷൻസ് ഉണ്ട്, 80C ഉണ്ട്, 80D ഉണ്ട്, 80PTA ഉണ്ട്. ബാക്കി എല്ലാ ഡിഡക്ഷൻസും കോമൺ ആയിട്ട് ആപ്ലിക്കബിൾ. വെൻ ഇറ്റ് കംസ് ടു ന്യൂ റിജീം, കോർപ്പറേഷനും ലോക്കൽ ബോഡി ടാക്സ് നമുക്ക് ഡിഡക്ട് ചെയ്യാം. പിന്നെ അത് കൂടാതെ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഫോർ ദ റെന്റൽ ഇൻകം, ഇത് നമുക്ക് കുറയ്ക്കാം. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30% സസ്റ്റൈനബിൾ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ തുടങ്ങിയവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെൻസിനെ അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 30% ഓഫ് റെന്റൽ ഇൻകം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതാണ് ഇൻകം ഫ്രം പ്രോപ്പർട്ടിയിലേക്ക് വരുമ്പോഴത്തേക്ക് അലൗഡ് ആയിട്ടുള്ള ഡിഡക്ഷൻസും എക്സംഷൻസും. ഇപ്പൊ നേരത്തെ ഞാൻ കാണിച്ചിരുന്നു, ഇതിൽ നിന്ന് കുറച്ചതിന് ശേഷമുള്ള എമൗണ്ടിന് നമ്മൾ സ്ലാബ് റേറ്റ് അനുസരിച്ചായിരിക്കും നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടി വരും. അതായത് 10 lakhs ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂ റിജീം ആണെങ്കിൽ 6 to 9 lakhs കഴിഞ്ഞിട്ട് 9 to 12 lakhs വരുന്ന ആ ഒരു രീതിയിലുള്ള സ്ലാബ് വെച്ചിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. പിന്നീട് വരുന്ന പ്രോഫിറ്റ്സ് ഓഫ് ഗെയിൻ ഫ്രം ബിസിനസ് ആൻഡ് ഇവിടെ എന്തൊക്കെയാണ്, അതായത് ബിസിനസ് ചെയ്യുന്നവർക്ക് എന്തൊക്കെയാണ് എക്സംഷൻസ്. ഇവിടെ അവർക്ക് ഡിഫോൾട്ട് ആയിട്ട് ബിസിനസ്സുകാർക്ക് കൊടുത്തിരിക്കുന്നത് ന്യൂ റിജീം തന്നെയാണ്. അപ്പൊ അവർക്ക് ഓൾഡ് റിജീം എന്നൊരു ഓപ്ഷൻ ഇല്ല. വേറെ എംപ്ലോയി സാലറീഡ് ആയിട്ട് ഓരോ വർഷവും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം. ഈവൻ ഡിഫോൾട്ട് ആയിട്ട് ന്യൂ റിജീം ആണ് കണക്ക് കൂട്ടുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഡിഡക്ഷൻസ് ഒത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾഡ് റിജീം അത് അടുത്ത വർഷം വീണ്ടും മാറ്റാം. പക്ഷെ ബിസിനസ്സുകാർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷെ അവർക്ക് കുറെ അവരുടേതായ റെഗുലർ എക്സ്പെൻസുകളെല്ലാം അവർക്ക് കുറയ്ക്കാം. എക്സ്പെൻസസ് ഇൻകേർഡ് ബിസിനസ് ലൈക്ക് ടാക്സ്, സാലറി, റെന്റ്, അങ്ങനെയുള്ള എല്ലാം കുറയ്ക്കും. പിന്നെ ഡിഫോൾട്ട് റിജീം ന്യൂ ടാക്സ് റിജീം ആണ്. നോ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇവിടെ അലൗഡ് ആണ്. കാര്യം ബാക്കി എക്സ്പെൻസുകളെല്ലാം കുറയ്ക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വരുന്നില്ല. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വരുന്ന ഇൻകം ടാക്സ് ആസ് പെർ ദ സ്ലാബ് റേറ്റ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഇൻകം ഫ്രം അതർ സോഴ്സ്, അതാണ് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുന്നത്. അത് എന്തൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻകം, ഇൻട്രസ്റ്റ് ഇൻകം, ഡിവിഡൻഡ് ഇൻകം, റെന്റൽ ഇൻകം അതർ ദാൻ പ്രോപ്പർട്ടി. അതായത് നിങ്ങൾക്ക് ഒരു മെഷീൻ ഉണ്ട്, അത് റെന്റിന് കൊടുത്തിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാർ ഉണ്ട്, ഒരു ഇൻകത്തെ നിങ്ങൾ റെന്റിന് കൊടുത്തിരിക്കുന്നു. പിന്നെ ഫാമിലി പെൻഷൻ ആയിട്ട് കിട്ടുന്നത്, സ്വന്തം റിട്ടയർ ചെയ്ത് നമുക്ക് നമ്മുടെ പെൻഷൻ കിട്ടുന്നത് സാലറി പോലെ ആയിട്ട് സാലറി പോലെയാണ്. പക്ഷേ ഇഫ് യു ആർ ഏർണിംഗ് എ ഫാമിലി പെൻഷൻ ഇറ്റ് കംസ് അണ്ടർ അതർ സോഴ്സസ്. പിന്നെ ഗിഫ്റ്റ്സ് കിട്ടുന്നത്, ബ്ലഡ് റിലേഷൻ അല്ലാതെ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ചിൽഡ്രൻ അങ്ങനെയുള്ള ബ്ലഡ് റിലേഷൻ അല്ലാത്ത ഗിഫ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഓൾസോ ടാക്സ്. പിന്നെ വിന്നിംഗ് ലോട്ടറീസ്, പസിൽസ് എക്സെട്ര, അതിന് കിട്ടുന്നത് പ്രൈസ് മണി കംസ് അണ്ടർ അതർ സോഴ്സ്. അതിനൊക്കെ സ്പെസിഫൈഡ് റേറ്റുകളാണ് ഉള്ളത്. പിന്നെ ആനുവിറ്റി പേയ്മെന്റ്, നമ്മുടെ ഈ ആനുവിറ്റി എന്ന് പറയുന്നത് ഇൻഷുറൻസിൽ കമ്പനികളിൽ നമുക്ക് പെൻഷൻ പോലെ കിട്ടത്തക്കോണം നമുക്ക് മേടിക്കുന്നത്. പെൻഷന് തുല്യമായ വാക്കാണ് ആനുവിറ്റി. അതിനെ ഉൾപ്പെടുത്തുന്ന ഇൻകം ഫ്രം അതർ സോഴ്സസ്. പിന്നെ ഫാമിലി പെൻഷൻ അതർ സോഴ്സസ് ആണ്. അവിടെ ഒരു സ്റ്റാൻഡേർഡ് റിഡക്ഷൻ അലോ ചെയ്തിട്ടുണ്ട്, 3,000 rupees or 33.5%, whichever is lesser.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഇൻകം ഫ്രം അതർ സോഴ്സസ് വരുന്നത്. ഇൻകം ഫ്രം അതർ സോഴ്സസ് നമ്മൾ ഈ അലൗഡ് ഡിഡക്ഷൻസ് കഴിഞ്ഞതിന് ശേഷം ഇറ്റ് വിൽ ബി ആഡഡ് ടു അവർ, നമുക്ക് മറ്റൊരു ഇൻകം ഉണ്ടെങ്കിൽ, മറ്റൊരു സാലറി ഇൻകം ഉണ്ടെങ്കിൽ അവിടോട്ട് ആഡ് ചെയ്യും. ബട്ട് ഇഫ് ഇറ്റ്സ് ക്യാപിറ്റൽ ഗെയിൻസ് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ക്യാപിറ്റൽ ഗെയിൻസിലേക്ക് വരുമ്പോഴത്തേക്ക് സോ മെനി ഐറ്റംസ്. ഒന്ന് നമുക്കറിയാവുന്ന പോലെ സ്റ്റോക്ക് ഇക്വിറ്റി. അപ്പൊ അതിനെ തന്നെ ക്യാപിറ്റൽ ഗെയിൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിന്റെ ഹോൾഡിംഗ് പീരീഡ് വെച്ചിട്ടാണ്. ഇപ്പൊ ഹോൾഡിംഗ് പീരീഡ് വെച്ചിട്ട് രണ്ടായിട്ട് തിരിക്കും. ഒന്ന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് LTC, അടുത്തത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് STC. അപ്പൊ ഇത് രണ്ടിനും രണ്ട് ടാക്സ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ആണ് സ്റ്റോക്കോ ഇക്വിറ്റി എടുക്കുകയാണെങ്കിൽ 10% ഓഫ് ആണ് ഗെയിൻസ്. നമുക്ക് കിട്ടിയ ഗെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ പ്രിൻസിപ്പൽ കഴിഞ്ഞിട്ട് കിട്ടുന്നതായ ഗെയിൻസ്, അതിനാണ് ടാക്സേഷൻ വരുന്നത്. അതും ഗെയിൻ അപ് ടു 1 lakh is exempt. 1 lakhന് മേളിലുള്ളതായ ഗെയിൻ നമുക്ക് 10%. സപ്പോസ് യു ഹാവ് ഇൻവെസ്റ്റഡ് 2 lakhs, യു ഗോട്ട് 4 lakhs. അപ്പൊ അതിന് ആദ്യത്തെ ക്രൈറ്റീരിയ 1 വർഷത്തിൽ കൂടുതലാണെങ്കിൽ നമുക്ക് ഗെയിൻ എന്ന് പറയുന്നത് നമ്മുടെ വി കംസ് അണ്ടർ LTCD ക്രൈറ്റീരിയ. അപ്പോൾ 2 ലക്ഷമാണ് നമ്മുടെ ഗെയിൻ. അതിൽ ആദ്യത്തെ ഫസ്റ്റ് ലാക്ക് there is no tax. The next 1 lakh we have to pay 10%. So 1 lakh and 10% at 10,000 rupees. If your holding period is less than 1 year, it is categorized as STC. പിന്നെ അത് സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഫെയർലി ഓൺലി വൺ ടൈപ്പ്, വൺ കാറ്റഗറൈസേഷൻ, ഒരു ബട്ട് വെൻ ഇറ്റ് കംസ് ടു മ്യൂച്വൽ ഫണ്ട്സ്, ഈ കഴിഞ്ഞ ബഡ്ജറ്റോടുകൂടി ഇറ്റ് ഹാസ് ബീൻ ഇറ്റ് ഗോട്ട് ഡിവൈഡഡ് ഇൻടു 2-3 categories. മ്യൂച്വൽ ഫണ്ട്സ് വിത്ത് ഡൊമസ്റ്റിക് ഇക്വിറ്റി വിത്ത് മോർ ദാൻ 65%, അതായത് ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നതിന് 65% ഉള്ളതിനെ ഒരു സ്പെഷ്യൽ കാറ്റഗറി, ഒരു ഇക്വിറ്റി ഫണ്ടായിട്ട് തന്നെ വിളിക്കുക. അതാണ് ഇന്ത്യൻ ഇക്വിറ്റി ഫണ്ട്, മ്യൂച്വൽ ഫണ്ട്സ്. അതിൽ LTCDയും STCDയും ഉണ്ട്. ടാക്സേഷൻ സ്ലാബുകളെല്ലാം സെയിം ആണ്, പക്ഷേ ഈ ക്രൈറ്റീരിയ ആണ് ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾ പലരും ഒരുപക്ഷെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, ബട്ട് യു മേ നോട്ട് ബി വെരി ക്ലിയർ വേർ ആർ ദി ഇൻവെസ്റ്റ്. സോ അതിന്റെ ടാക്സേഷൻ വരുമ്പോൾ അത് വ്യത്യസ്തമാണ്. പിന്നെ മ്യൂച്വൽ ഫണ്ട്സ് തന്നെ ഇക്വിറ്റി ഉണ്ട്, ബട്ട് ഇറ്റ് ഈസ് ഹയർ ദാൻ 35% ബട്ട് ലെസ് ദാൻ 65%. അങ്ങനെ വരുമ്പോൾ അതിന്റെ LTCD ക്രൈറ്റീരിയ ക്വാളിഫൈ ചെയ്യാനായിട്ട് യു നീഡ് ടു ഹോൾഡ് ഇറ്റ് ഫോർ 3 years. അപ്പൊ അതിന്റെ ടാക്സേഷൻ റേറ്റ് കൺസിഡറേഷൻ വ്യത്യസ്തമാണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ആണ്, അതിന് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഉള്ളതാണ്. അപ്പൊ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കൂടി നമുക്ക് വരുന്ന 20% ടാക്സ് ലാഭം. അതായത് ഇന്ന് നിങ്ങൾ ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് കൺസിഡറിംഗ് ഇറ്റ് ഇസ് ദ പ്രൈസ് ഇസ് അഡ്ജസ്റ്റഡ് ഫോർ ദ ഇൻഫ്ലേഷൻ റേറ്റ് എന്നുള്ളതാണ്. സപ്പോസ് 5 years before you have put 100 rupees and today the price of that ഇന്നത്തെ ആ വില എന്ന് പറയുന്നത് let's say 140 rupees ആണ്. 5 years ഇൻഫ്ലേഷൻ ഓരോ വർഷവും 5% ആയിരുന്നെങ്കിൽ let's assume that it has become the 100 rupees of 5 years before ഇന്നത്തെ വാല്യൂ 125 ആണെങ്കിൽ, അപ്പൊ നമ്മളുടെ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 135 നിന്ന് 125 കുറച്ച് കഴിയുമ്പോൾ we get 10 rupees. ആ 100 to 125 അഡ്ജസ്റ്റ്മെന്റിനെയാണ് നമ്മൾ പറയുന്നത് ഇൻഡെക്സേഷൻ എന്ന് പറയുന്നത്. അതായത് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് പ്രൈസ് റൈസ്. അപ്പൊ പിന്നെ നമുക്ക് വരുന്ന ഗെയിൻ എന്ന് പറയുന്നത് 10 rupees ആണ്. ആ 10 rupeesന് 20% ഉള്ള ടാക്സ്, 2 rupees ആണ് ടാക്സ്. പക്ഷെ ഇതിന്റെ മെയിൻ ചലഞ്ച് എന്ന് പറയുന്നത് ഹോൾഡിംഗ് പീരീഡ്. LTCD ക്രൈറ്റീരിയ ക്വാളിഫൈ ചെയ്യാൻ you need to hold it for 3 years. 3 years ലെസ്സിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഷോർട്ട് ടേം ആണ്. അങ്ങനെ വരുമ്പോൾ സ്ലാബ് റേറ്റ്. മ്യൂച്വൽ ഫണ്ട്സ് എന്ന അടുത്തൊരു ക്രൈറ്റീരിയ ഉണ്ട്. 35%-നും താഴെയാണ് ഇക്വിറ്റി ഹോൾഡിംഗ്. അതായത് കഴിഞ്ഞ ഏപ്രിലിന് മുമ്പ് മേടിച്ചതാണെങ്കിൽ അതിന് 3 years ഹോൾഡ് ചെയ്താൽ എക്വിറ്റിയുടെ പെർസെന്റേജിന് ഒരു കൺസിഡറേഷൻ ഇല്ല. എനി പെർസെന്റേജ് ഓഫ് ഇക്വിറ്റി ഈസ് അക്സെപ്റ്റബിൾ. ലെസ് ദാൻ 35% എത്ര വേണമെങ്കിലും ഹോൾഡ് ചെയ്യാം. അത് നിങ്ങൾ ആ ഫണ്ട് 3 വർഷം ഹോൾഡ് ചെയ്ത് LTC. പക്ഷേ ഈ കഴിഞ്ഞ ഏപ്രിലിന് ശേഷം 35% താഴെയാണ് ഇക്വിറ്റി പ്രൊപ്പോർഷൻ എങ്കിൽ അവിടെ ഒരു LTCD അല്ലെങ്കിൽ STCD എന്നൊരു ക്രൈറ്റീരിയ ഇല്ല. എവറിത്തിങ് ഇസ് കൺസിഡർഡ് ടു STCD. എന്നിട്ട് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ആൻഡ് യു വിൽ ബി ടാക്സ് അറ്റ് ദ സ്റ്റേറ്റ് ഓഫ് സ്ലാബ്. അപ്പൊ മ്യൂച്വൽ ഫണ്ട്സിലോട്ട് വരുമ്പോൾ ഒരു 4 കാറ്റഗറൈസേഷൻ വരുന്നുണ്ട്. ഡൊമസ്റ്റിക് ഇക്വിറ്റി 65% ഉള്ള ഒരു ഗ്രൂപ്പ്, 35-നും 65-നും ഇടയിലുള്ള ഒരു 1/4/2020 കഴിഞ്ഞ ഏപ്രിൽ 23-ന് മുൻപ് ഹോൾഡ് ചെയ്തിരുന്ന ഫണ്ടുകൾക്ക് വേറൊരു ടാക്സേഷൻ ആണ്. അതേസമയം ഈ കഴിഞ്ഞ ഏപ്രിലിന് ശേഷം ഹോൾഡ് ചെയ്യുന്ന ഫണ്ടുകൾക്ക് ഡിഫറെന്റ് കാറ്റഗറൈസേഷൻ. സോ ദർ ആർ 4 different categories of
taxation mutual fund is four different categories are there. And then the fifth and the last item is the property. Property, minimum 2 years to hold it comes under the category of long-term capital gain. Long-term capital gain, they will enjoy the indexation benefit and 20% only taxes. If your holding period is less than 2 years, it comes under STCG, short-term capital gains, and it goes as the slab rate. So property includes flat, buildings, land, any other thing, anything like that. Appa anganeyulla criteria, there is STCG and LTCG, holding period is 2 years. So this is the you need to be very clear, understand on capital gains, on how the taxation happens. Now, capital gains like we need to understand no TDS deduction for a resident investor. For a resident investor, if he is selling any property, no TDS deduction. NRIs are permitted to invest in equity, mutual funds, property, except agriculture property and the plantations. NRIs, they are not legally permitted to buy farmhouse or agriculture property. They can buy apartments, good land. They can invest directly in equity and mutual funds. They can invest and equity mutual funds, equity mutual funds, debt mutual funds. They can invest on the basis of repatriable income. Consider repatriable, then they can invest. So any NRIs living in any part of the country, any part of the world like Australia, UK, or US, they can invest in Indian equity and they can repatriate it also. NRIs can invest on the basis of investment. TDS deducted at maximum slab rate irrespective of the applicable tax type for NRIs. That is very important. Because when an NRI investing in equity or equity mutual funds, when he redeems, the mutual fund company will deduct TDS at the maximum slab rate. That is 30% on the highest slab, and they will deduct at the rate of 30%. Though capital gains tax is only 10%. They need to be very clear. They need to file the return and get the balance tax deducted. Balance money they under the tax TDS direct the paisa, they have to take it. They can get back it only if they file the return. So the NRIs when they redeem, they will deduct the TDS and the maximum slab. But you need to be very clear. Now, when it comes to what are the investments permitted under ATC, ATD, permit, SIP, savings, investments, and protection, and some expenses. I try to categorize into 3 different areas. If I consider investment, if it is able to give a return beyond the inflation rate. The inflation rate average 5 to 6% in a day. Indian inflation is always near to 6%. If an investment is giving you more than 6%, then we can call it as a real investment. Otherwise, if it is less than 6%, it is giving, it's just like a saving only. So, a savings not very tax saving FD on the NSC on the. So, either and then they give the return rate on 5.52 plus 6%. So, we cannot consider it as an investment. It is basically tax savings. In the investments like we can consider PPF because it is giving you around 7.1% and then it is tax free. In the Suganya Samriddhi Yojana, it is giving you around 8.5%. Then EPF also gives around 8.5%. ELSS, mutual funds, tax saving mutual funds, they give higher return than all the above 3. In the National Pension Scheme, equity portion their return also is higher than EPF or PPF with a higher return. So these products, that set of products give a rate of return which is higher than the inflation rate. So I consider them as investment. Now, when it comes to protection, how we can protect ourselves from a financial disaster. So one is term plan. Pure insurance side term plan, premium. We can account under ATC. Endowment plans like whole life, money back, particular all these comes under endowment plans. So this can be used as a protection plans at in a unit linked insurance plan. That is, as the name says, it's an insurance, but it is investing in the stock market, equity market.
So that is also basically, since it has got insurance, I consider it as part of the protection, not as an more than investment. It is basically for the protection. And health insurance premium, that is basically an expense on. പക്ഷെ അത് പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ വി ഹാവ് എനി എക്സ്പെൻസസ് ഇൻകറിംഗ് ദാറ്റ് മച്ച് വിൽ ബി കോമ്പൻസേറ്റഡ് ബൈ ദ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി. പിന്നെ ചില പ്യൂർ എക്സ്പെൻസസ് ഉണ്ട്. സ്കൂൾ ഫീസ്, നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടെ സ്കൂളിലോ കോളേജിലോ പഠിക്കുന്നതിന് ഫീസ് പേ ചെയ്യുന്നത്. പിന്നെ ഹോം ലോൺ പ്രിൻസിപ്പൽ, ഹോം ലോണിന്റെ പ്രിൻസിപ്പൽ ആയിട്ട് തിരിച്ചടവിൽ വരുന്നതായി EMI വരുന്ന പ്രിൻസിപ്പലിന്റെ പോർഷൻ. ഹോം ലോൺ ഇൻട്രസ്റ്റ്, പിന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി, പുതിയ വീട് മേടിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടി. പിന്നെ എഡ്യൂക്കേഷൻ ലോൺ ഇൻട്രസ്റ്റ്, നമ്മൾ കുട്ടികൾ ചിലപ്പോൾ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ നമ്മൾ ബാങ്കിൽ നിന്നും എഡ്യൂക്കേഷൻ ലോൺ എടുക്കും. ദിസ് ലോൺ അതിന്റെ ഇൻട്രസ്റ്റ് പോർഷൻ, പ്രിൻസിപ്പൽ പോർഷൻ ഇല്ല, ഇൻട്രസ്റ്റ് പോർഷൻ they can claim under എക്സ്പെൻസ് ആയിട്ട് ടാക്സ് സേവിംഗ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെ ചില ഇമ്പോർട്ടന്റ് നോട്ട്സ് ഉണ്ട്. മാക്സിമം ലിമിറ്റ് അണ്ടർ APC is 150,000. എന്ന് വെച്ചാൽ 1,50,000 രൂപ മാത്രമേ നമുക്ക് ഈ സേവിങ്സ് ആയാലും ഇൻവെസ്റ്റ്മെന്റ്സിലായാലും PPF ഈ കാര്യങ്ങളായാലും അതുപോലെ തന്നെ ഈ ടേം പ്ലാൻ, എൻഡോമെന്റ് പ്ലാൻ, ലിവിംഗ് പ്ലാൻ എല്ലാം ചേർത്തെടുത്താലും നമുക്ക് കിട്ടാവുന്ന മാക്സിമം എന്ന് പറയുന്നത് 1.5. ഹെൽത്ത് ഇൻഷുറൻസ് സെക്ഷൻ 80D അനുസരിച്ച് 25,000 രൂപയാണ് ബിലോ 60 ആണെങ്കിൽ, 60,000 രൂപയാണ് എബോ 60 ഉള്ളത്. പിന്നെ ഹോം ലോൺ ഇൻട്രസ്റ്റ് വരുമ്പോൾ 2 lakhs എന്ന് പറഞ്ഞ് ക്യാപ്പ് ചെയ്തേക്കാണ്. നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കുന്ന പോർഷൻ ഈവൻ ഇഫ് ഇറ്റ് ഇസ് മോർ ദാൻ 2 lakhs we won't get the benefit because it is capped at 2 lakhs. പിന്നെ രണ്ടുപേര് സ്പൗസിനും ഇതിന് ക്ലെയിം ചെയ്യാൻ പറ്റും. സോ ഷീ ക്യാൻ ഓൾസോ ക്ലെയിം 2 lakhs, ഹസ്ബൻഡ് ക്യാൻ ഓൾസോ ക്ലെയിം 2 lakhs. അങ്ങനെ രണ്ടുപേർക്കും ഇൻട്രസ്റ്റ് പോർഷൻ അത്രയാണെങ്കിൽ 4 ലക്ഷത്തിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ രണ്ടുപേർക്കും അതിന്റെ ബെനിഫിറ്റ് എടുക്കാം. ഇൻട്രസ്റ്റ് പോർഷൻ ഓഫ് എഡ്യൂക്കേഷൻ ലോൺ ഇസ് നോ സ്പെസിഫിക് ലിമിറ്റ്. പിന്നെ ഈ ഹോം ലോൺ ഇൻട്രസ്റ്റ് പോലെ ഇതിന്റെ എഡ്യൂക്കേഷൻ ലോണിന്റെ ഇൻട്രസ്റ്റ് ലിമിറ്റ് ഒന്നുമില്ല. ബട്ട് ഇറ്റ് ക്യാൻ ബി ക്ലെയിംഡ് ഓൺലി ഫോർ 8 years. വേറെ ഹോം ലോൺ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് 15 വർഷം 20 വർഷമൊക്കെ നമുക്ക് അടയ്ക്കാം. പക്ഷെ എഡ്യൂക്കേഷൻ ലോണ് നമുക്ക് 8 വർഷം കൊണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാം അല്ലെങ്കിൽ അടച്ചു തീർക്കാൻ എന്നുള്ളതാണ് അതിന്റെ ഒരു ക്രൈറ്റീരിയ. So these are the things which comes under 80C, 80D sections അനുസരിച്ചുള്ള ഡിഡക്ഷൻസ് പെർമിറ്റഡ് ആയിട്ടുള്ളതാണ്. സോ അടുത്ത ഒരു ചോദ്യം വരുന്നത് വാട്ട് ഇസ് ദ ലോക്കിംഗ് പീരീഡ്. ഇപ്പൊ ഈ കാര്യങ്ങൾക്കൊക്കെ വരുന്നതിൽ ചോദ്യം വരുന്നതാണ് ലോക്കിംഗ് പീരീഡ് എന്താണ്. ടാക്സ് സേവിംഗ് FD ആണെങ്കിൽ 5 വർഷമാണ്. അതിന് കിട്ടുന്ന റേറ്റ് ആണ് കാണിക്കുന്നത്. PPF ആണെങ്കിൽ ഇപ്പോഴത്തെ റേറ്റ് PPF നമുക്ക് 15 years ആണ് ഫുൾ പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ നമുക്ക് ലോൺ പോലെ എടുക്കാം അല്ലെങ്കിൽ പാർഷ്യൽ വിഡ്രോവൽ എടുക്കാം. ബട്ട് ഇഫ് യു ഗെറ്റ് ദ ഫുൾ ബെനിഫിറ്റ് യു നീഡ് ടു ഹോൾഡ് ഇറ്റ് ഫോർ 15 years. NSC നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് 5 വർഷം. സുകന്യാ സമൃദ്ധി എന്ന് പറയുന്നത് 15 വർഷം അടയ്ക്കണം. ഒന്നുകിൽ ആ പെൺകുട്ടിക്ക് 21 വയസ്സാകുമ്പോൾ കുട്ടിയുടെ വിവാഹത്തിന് മറ്റു കാര്യങ്ങൾ കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ 18ാമത്തെ വയസ്സിൽ പഠിത്ത ആവശ്യത്തിനായിട്ടോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായിട്ടോ ആ സ്കൂൾ എത്രയാണോ ഫീസ് വരുന്നത് അത്രയും എമൗണ്ട് നമുക്ക് പാർഷ്യലായിട്ട് വിഡ്രോ ചെയ്യാം. ഇതാണ് സുകന്യാ സമൃദ്ധി. അത് ഓൺലി ഗേൾ ചിൽഡ്രൻ ക്യാൻ ജോയിൻ. അതിന് മാത്രമേ കുട്ടികളുടെ പേരിലാണ് തുടങ്ങുന്നത്. ഓൺലി ഗേൾ children can benefit from this. ഇപ്പൊ 7.6 എന്നുള്ളത് കൂട്ടിയിട്ടുണ്ട്. ഇറ്റ് ഇസ് കം ടു 8. പിന്നെ അടുത്ത് വരുന്നതാണ് ഇൻഷുറൻസ്. ഏത് ടൈപ്പ് ആണെങ്കിലും ഇൻഷുറൻസ് നമുക്ക് അതിന്റെ ആ പോളിസി ടേം വരെയാണ്. എസ്പെഷ്യലി ദിസ് ഇസ് ആപ്ലിക്കബിൾ വെൻ ഇറ്റ് കംസ് ടു എൻഡോമെന്റ് ആൻഡ് യൂണിറ്റ് പോളിസി വരുന്നതാണ് വരുന്നത്. ഇതിന്റെ ആവറേജ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ 5.75 അല്ലെങ്കിൽ 6% അടുപ്പിച്ചു. യൂലിപ്പ് ആണെങ്കിൽ ടേം ഓഫ് ദ പോളിസി വരെയാണ്. ബിക്കോസ് ഇറ്റ് ഇസ് മാർക്കറ്റ് ലിങ്ക്. സോ അത് മാർക്കറ്റ് ലിങ്ക്ഡ് ആണ്. അത് ഇതുപോലെ ഫിക്സഡ് ഇൻട്രസ്റ്റ് അല്ല, ഫിക്സഡ് റിട്ടേൺ അല്ല കിട്ടുന്നത്. ഡിപ്പെൻഡ്സ് ഓൺ ദ പെർഫോമൻസ് ഓഫ് ദ എക്കണോമി, പെർഫോമൻസ് ഓഫ് ദ മാർക്കറ്റ്. പിന്നെ NPS-നകത്ത് 60 വയസ്സ് വരെ അത് ലോക്ക്ഡ് ആണ്. അതിന്റെ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് മാർക്കറ്റ് ലിങ്ക്ഡ് ആണ്. നമ്മുടെ ഏജ് അനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോർഷൻ ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് ഗെറ്റ്സ് റെഡ്യൂസ്. നമ്മൾ 50 വയസ്സ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ സ്റ്റോക്ക് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞു വരും. സോ എന്നിരുന്നാലും അതിന്റെ റിട്ടേൺ എന്ന് പറയുന്നത് ഫിക്സഡ് അല്ല, ഇറ്റ് ഇസ് ലിങ്ക്ഡ് ടു മാർക്കറ്റ്. പിന്നെ ELSS എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. സെയിം. ഇവിടെ ലോക്കിംഗ് പീരീഡ് 3 years ഉള്ളൂ. അതിന്റെ റിട്ടേൺ എന്ന് പറയുന്നത് മാർക്കറ്റ് ലിങ്ക്ഡ് ആണ്. സോ ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് യു ഷുഡ് ടേക്ക് ഇറ്റ് ഔട്ട്. മെച്യൂരിറ്റി എന്നൊരു കൺസെപ്റ്റ് ഇല്ല ഈ മ്യൂച്വൽ ഫണ്ടിന്. യു ക്യാൻ കീപ് ഇറ്റ് ആൻഡ് യു ക്യാൻ കീപ് ഇറ്റ് ആസ് ലോങ് ആസ് യു വാണ്ട്. നിങ്ങൾക്ക് 3 വർഷം കഴിഞ്ഞിട്ട് 5 or 10 വർഷം അല്ലെങ്കിൽ 15 വർഷം അങ്ങനെ വെക്കാം. ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പൈസ ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. പക്ഷെ മിനിമം ലോക്കിംഗ് പീരീഡ് എന്ന് പറയുന്നത് 3 years ആണ്. സോ ദിസ് ഇസ് ദ ലോക്കിംഗ് പീരീഡ് ആൻഡ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ. ഈ പറയുന്ന ഈ ഓരോ ഇൻവെസ്റ്റ്മെന്റ്സിനും ഇതിന്റെ ടാക്സേഷൻ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ EPF, PPF, സുകന്യാ സമൃദ്ധി, ഇൻഷുറൻസ്, അതായത് ട്രഡീഷണൽ ഇൻഷുറൻസ്, യൂലിപ്പ് അല്ലാത്ത ഇൻഷുറൻസ്,
യൂണിറ്റ് ഇൻഷുറൻസ് അപ് ടു 2.5 lakhs വരെ ഉള്ളത് നമുക്ക് തിരിച്ചെടുക്കുമ്പോൾ നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് വരുമ്പോൾ മെച്യൂർ ആയിട്ട് വരുമ്പോൾ ഇറ്റ് ഇസ് ടോട്ടലി ടാക്സ് ഫ്രീ. അതല്ല അടുത്തത് ELSS യൂണിറ്റ് മോർ ദാൻ 2.5 lakhs ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സേഷൻ ആണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലക്ഷത്തിന് മുകളിലുള്ള ഗെയിന് 10% ആണ് ടാക്സേഷൻ. പിന്നെ ടാക്സ് സേവിംഗ് FD, NSC, പിന്നെ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ SB അക്കൗണ്ട്, ചിട്ടി, ഈ ഐറ്റംസ് ടാക്സ് സേവിംഗ് ഉപയോഗിക്കാൻ പറ്റത്തില്ല, ചിട്ടിയോ ഡിബഞ്ചേഴ്സോ ഒന്നും. പക്ഷെ അതിനെ ടാക്സ് ചെയ്യുന്നത് സ്ലാബ് റേറ്റിൽ തന്നെയായിരിക്കും, പറയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ വെച്ചത്. പിന്നെ അടുത്ത് വരുന്ന NPS നമ്മൾ 60 വയസ്സ് വരെ എടുക്കും. 60ാമത്തെ വയസ്സിൽ we can make a partial withdrawal and after that it is the partial withdrawal ശേഷം അതിൽ നമുക്ക് 40% നമുക്ക് ഹോൾഡ് ചെയ്യണമെന്നാണ്. 60% we can withdraw. ആ 40% will be converted into annuity. അതിന് ടാക്സ് ആപ്ലിക്കബിൾ ആണ്, സ്ലാബ് റേറ്റിന് ആപ്ലിക്കബിൾ ആണ്. ഈ 60% നമുക്ക് ഫ്രീ ആയിട്ട് വിഡ്രോ ചെയ്യാം, അത് ടാക്സ് ഫ്രീ. അടുത്ത വരുന്നത് ഇതിൽ ഏതായിരിക്കും ഇപ്പൊ ഈ കണ്ടതനുസരിച്ച് ഏതായിരിക്കും ബെറ്റർ എന്ന് നാച്ചുറലി യു വിൽ ബി ആസ്ക്ഡ്. സോ ദിസ് ഈസ് ദ പേപ്പർ കട്ടിംഗ് വിച്ച് ഹസ് കം. ഹയസ്റ്റ് റിട്ടേൺ ഈസ് ഗിവൺ ബൈ മ്യൂച്വൽ ഫണ്ട്സ്. ഈ പറഞ്ഞത് നമ്മളൊരു 15 ഇയേഴ്സിന്റെ പീരീഡ് ആണ് കൺസിഡർ ചെയ്യുന്നത്. 15 years പീരീഡ് എടുത്ത് നോക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് ഗിവ്സ് ദ ഹയസ്റ്റ് റിട്ടേൺ വിച്ച് ഈസ് അറൗണ്ട് 18.7. NPS ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഒറിജിനലി ഇൻ 2004. അപ്പോൾ ഏകദേശം 15 വർഷത്തെ കഴിഞ്ഞു. ആവറേജ് റിട്ടേൺ വരുന്നത് 13% ആണ്. EPF നമ്മൾ എംപ്ലോയീസ് പെൻഷൻ ഫണ്ട് പ്രോവിഡന്റ് ഫണ്ടിലേക്ക് വരുന്നത് 8.65. സുകന്യ സമൃദ്ധി പഴയതായിരുന്നു 8.6. ഇപ്പം അതിന്റെ റേറ്റ് കുറഞ്ഞതുകൊണ്ട് റിട്ടേൺ കുറവാണ്. PPF ഇപ്പം 7.1 ഉള്ളൂ, 7.6. സോ ഏറ്റവും ഹയസ്റ്റ് പെർഫോമൻസിന് വരുന്നത് എപ്പോഴും മ്യൂച്വൽ ഫണ്ട്സ് ആണ്. പിന്നെ ട്രഡീഷണൽ ഇൻഷുറൻസ് ഉണ്ട്, അത് ഗ്യാരണ്ടീഡ് ആയിട്ട് വരുന്നു, അത് ടാക്സ് ഫ്രീ ആയിട്ട് വരുന്നു. ഇറ്റ് കംസ് അറൗണ്ട് 5.5 to 6%, 6.1% വരെയൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ ഈ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ആണ് എന്ന് പറഞ്ഞു. അതിന്റെ ഒരു ലൈവായിട്ടുള്ള 1-2 എക്സാമ്പിൾസിലൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് മാർച്ച് 1990 തുടങ്ങി മാർച്ച് 2023 വരെ കഴിഞ്ഞ 10-25 കൊല്ലമായിട്ടുള്ള ഇതാണ്. അതിനിടയ്ക്ക് പ്രോബബ്ലി നമ്മുടെ എക്കണോമി ഒരുപാട് ഗ്രോ ചെയ്തു, നമ്മുടെ എക്കണോമിയിൽ തന്നെ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഹൗ ദ മ്യൂച്വൽ ഫണ്ട് ഹാസ് പെർഫോംഡ് എന്ന് കാണാൻ പറ്റും. PPFന്റെ റിട്ടേൺ എന്ന് പറയുന്നത് സിൻസ് ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ 1999 ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഇസ് 8.64, whereas an equity mutual fund over the same period has given 17.11, almost double. So when it comes to, when you hear the value of the money, how much difference it has made എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ ഓരോ വർഷങ്ങളായിട്ട് അടച്ചു വന്നതിന് ശേഷം മൊത്തം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 25,30,000 rupees ആണ്. അതിന് PPF കിട്ടിയത് 62,45,000 rupees ആണ്. But when it comes to equity mutual fund, like it has given 1,92,89,000. Okay, when you hear the percentage, it's only the difference is only half. 8% the difference we may think. But when it comes in absolute money terms, like the difference is huge, almost 3 times. PPF gave a return of 62 lakhs, whereas mutual fund gave a return of 1,92 lakhs. That's the difference. So, we need to point. I just make it clear. So, the highest return comes from mutual funds. The another case is again the earlier one was Tata. This one is from Nippon Mutual Fund in your performance India. Ibrahim amount invested was 25 lakhs. This was considered up to June 22 വരെയാണ് 25 lakhs ചെയ്തു. 16 വർഷം ഇൻവെസ്റ്റ് ചെയ്തു. നമ്മുടെ PPF ഇൻവെസ്റ്റ് ചെയ്തു വാല്യൂ എന്ന് പറയുന്നത് 46 lakhs ആണ്. Whereas when it comes to a mutual fund, it gave 74 lakhs. 16 വർഷം കൊണ്ട് the difference is almost double. അതാണ് അതിന്റെ വ്യത്യാസം. ഇവിടെ ഗെയിൻ 20,74,000 ആയിരുന്നു, whereas here the gain is 48 lakhs, more than double. So I just want to reiterate on the point, mutual funds, irrespective of the market, they give the highest return, they outperform any other investment. But it's always times that നമ്മൾ 2-3 കേസുകൾ കൂടെ അനലൈസ് ചെയ്യുന്നുണ്ട്. You can utilize to see PPF if we are putting 12,000 on 15 years like അതേ rate, assuming that it comes, and different rates happening for mutual fund investment. As you may think that the economy goes up and down. Even in any situation, there are comparisons of 8%, 10%, 12%, and 15%. In all the cases, in all these scenarios, mutual fund gives the highest return. This is just for your information about how mutual fund works.
Now you may think that the market is even now people who are nowadays familiar on mutual fund, but they have a concern that the market is high valuation and it is fluctuating on a daily basis. So well, what should I do? So this is an example. It says in every, whether irrespective of the market condition, like whether it's a rising market, falling market, volatile market, we can sit SIP mutual fund mutual fund SIP it always gives you a better return. It always gives you to help you to make wealth എന്നുള്ളതാണ്. ഇനി ഇൻകം ടാക്സ് സ്ലാബ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ വി ആർ ഗോയിങ് ടു ദി എൻഡ് ഓഫ് ദ സെഷൻ. അപ്പൊ ഇപ്പൊ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരിക്കും, വിച്ച് ഇസ് ബെറ്റർ, ഓൾഡ് റിജീം ആണോ ന്യൂ റിജീം ആണോ എന്നുള്ളത്. അപ്പൊ അതിനൊരു ബേസിക് ആയിട്ടുള്ള ഒരു ബ്രോഡ് ഗൈഡ് ലൈൻ ഞാൻ ഇവിടെ കൊടുക്കുന്നു. നിങ്ങൾക്ക് ഈ ഡിഡക്ഷൻ ത്രിഷോൾഡ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നതായ എമൗണ്ട് റിഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ യു വിൽ ബി ഏബിൾ ടു ബെനിഫിറ്റ് ഫ്രം ദ ഓൾഡ് റിജീം, നോട്ട് ഫ്രം ദ ന്യൂ റിജീം. സോ 7 lakhs ഇൻകം ഉള്ള ഒരാൾക്ക് 2 lakhs ഡിഡക്ഷൻ പോസിബിൾ ആണെങ്കിൽ ഈ ഫോൾസ് അണ്ടർ ദ ഓൾഡ് റിജീമിൽ എടുക്കുന്നതായിരിക്കും ബെനിഫിറ്റ്. അങ്ങനെയുള്ള ഒരു ക്രൈറ്റീരിയ ആണ്. ഓരോ സ്ലാബിനും 15,000 and above ഹൗ മച്ച് യു ഷുഡ് ബി ഏബിൾ ടു എന്താ പറയുക കുറയ്ക്കാൻ പറ്റുന്നത്. ഇറ്റ് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് ഹോം ലോൺ ഇൻട്രസ്റ്റ് ആവാം, PPF, നമ്മുടെ NPS ഇതെല്ലാം ചേർത്ത് we are able to deduct 3.75, then old regime will be beneficial for you. If your reduction threshold is less than, you are only having 1.5 lakhs, better to go with the new regime. It will be far better for you. ഇതാണ് ചില ആക്ച്വൽ സിനാരിയോസ് ഞാൻ അനലൈസ് ചെയ്യാം. Somebody has got an income 7.5 lakhs. ഓൾഡ് ടാക്സ് regime തന്നെ വിത്തൗട്ട് എനി ഡിഡക്ഷൻസ് ആവുകയാണെങ്കിൽ എത്ര ടാക്സ് അടയ്ക്കും? ഓൾഡ് ടാക്സ് റെജീംസിൽ നമ്മൾ ഡിഡക്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ബെനിഫിറ്റ് ഉണ്ട്? ന്യൂ ടാക്സ് റെജീമിലേക്ക് പോവുകയാണെങ്കിൽ എന്ത് ബെനിഫിറ്റ് ആണെന്നുള്ളതാണ് ഈ കാണുന്നത്. അപ്പൊ ഇതിന് എന്തുകൊണ്ടാണ് 50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അലൗബിൾ ആണ്, 7 lakhs വരും. പുതിയ ടാക്സ് റെജീമിൽ 7 lakhs വരെ ഉള്ളവർക്ക് ഗവൺമെന്റ് ഡിഡക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ടാക്സ് വരത്തില്ല. But in fact, our finance minister Nirmala Sitharaman has clarified, even if the salary is up to 7.2 lakhs, you will not be taxed. Latest. So the next scenario comes if someone with 10 lakhs. അതിനകത്ത് ഞാൻ 3-4 ക്രൈറ്റീരിയകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഒരു ഡിഡക്ഷനും ഇല്ലാത്ത ഓൾഡ് റിജീം, HRAയും ഹോം ലോണും ഇല്ലാത്ത ഒരു കണ്ടീഷൻ, HRA മാത്രമുള്ള ഒരു കണ്ടീഷൻ, ഹോം ലോൺ ഉള്ള ഒരു കണ്ടീഷൻ. ഇനി HRAയും ഹോം ലോൺ എല്ലാം ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ എത്ര വരും എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ ന്യൂ ടാക്സ് വരും. അപ്പൊ 10 lakhs ഉള്ള ഒരാൾക്ക് നമുക്ക് കുറെ ഏരിയയിലൂടെ കുറെ ഡിഡക്ഷൻസ് പോസിബിൾ. ഹോം ലോൺ ഇൻട്രസ്റ്റ് ഉണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, പിന്നെ HRA കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം വരികയാണെന്നുണ്ടെങ്കിൽ ടാക്സബിൾ ഇൻകം കംസ് ടു 4 lakhs. ബേസിക്കലി ഓൾഡ് റിജീമിൽ പോകുമ്പോൾ they will be paying nil tax. പക്ഷെ ന്യൂ റിജീമിലാകുമ്പോൾ 55,000 rupees ടാക്സ് വരും. This is one of the situation. നെക്സ്റ്റ് വരുന്നതാണ് നെക്സ്റ്റ് വിത്ത് 12.5 lakhs. ആ 50,000 എല്ലാവർക്കും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ 12.5 എന്നുള്ള ക്രൈറ്റീരിയ എടുത്തത്. സോ ഈവൻ ഇഫ് സംബഡി വിത്ത് 12.5 ആയി വരുവാണെങ്കിൽ പല ഡിഡക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ they can utilize the old regime and save maximum tax. ന്യൂ ടാക്സ് റെജീമിൽ വരുമ്പോൾ മിനിമം ആയിട്ടുള്ള 55,000 rupees വരുന്നു. The next criteria is somebody with 15 lakhs. 15 lakhs വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇതിന് മാക്സിമം ഡിഡക്ഷൻസ് ഉള്ള ഒരാൾ കാണുന്നുണ്ടെങ്കിൽ ഓൾഡ് റിജീം ആയിരിക്കും നല്ലത് കമ്പയർഡ് വിത്ത് ന്യൂ റിജീം. ഇവിടെ പല ക്രൈറ്റീരിയകളും ഞാൻ കാണിച്ചിട്ടുണ്ട്, അത് നോട്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നതാണ് somebody with 20 lakhs. എത്ര വരുന്നു എന്നുള്ളതാണ്. ഇവിടെയൊക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലി യു ക്യാൻ സീ മാക്സിമം ഡിഡക്ഷൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ ഓൾഡ് റിജീമിലോട്ട് പോകാവൂ. ഇല്ല എന്നുണ്ടെങ്കിൽ പ്രോബ്ലി സ്റ്റാർട്ടിംഗ് ഫ്രം ഹിയർ വി ക്യാൻ തിങ്ക് ഓഫ് ഗോയിങ് ഫോർ ദ ന്യൂ റിജീം. വി വിൽ ബി ഏബിൾ ടു സേവ് ബെറ്റർ. അപ്പൊ ഈ 2,25,000 അതായത് 1.5 lakhs ATCയും NPS 50യും 25,000 rupees ATDയും വരികയാണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ടാക്സ് കൊടുക്കേണ്ടി വരുന്ന 3,29,000 ആണ്. ഇതാണ് നോർമൽ ആയിട്ട് വരുന്നത്. കോമൺലി പീപ്പിൾ കാറ്റഗറൈസ് ഇൻ ദിസ് ക്രൈറ്റീരിയ. അതായത് അവർക്ക് ഒരു 1.5 lakhs ATCയിൽ വരും, പിന്നെ ATDയിൽ ടാക്സ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ വരും, പിന്നെ 50,000 NPS വരും. ആൻഡ് ദെൻ they comes under that category. അങ്ങനെ വരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ടാക്സ് ലയബിലിറ്റി കൂടുതലായിരിക്കും കമ്പയർഡ് വിത്ത് ന്യൂ ടാക്സ്. So you need to make a very calculated
and then decide which category you should fall. Normally, ഇപ്പോഴത്തെ കഴിഞ്ഞ ബഡ്ജറ്റിന് ശേഷം നോർമലി ഡിഫോൾട്ട് ആയിട്ട് വരുന്നത് എല്ലാവർക്കും ന്യൂ റിജീം ആണ്. ഓൾഡ് റിജീം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് റിക്വസ്റ്റ് കൊടുത്താൽ മാത്രമേ ഓൾഡ് റിജീം പറ്റത്തുള്ളൂ. അടുത്തത് സമറി ആയിട്ട് വരുന്നതാണ്. റിമെമ്പർ ടു സേവ് ആസ് മച്ച് ആസ് പോസിബിൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ടാക്സ് റിജീം. Think long term to create wealth. That is very important. Protect family from sudden financial disturbance. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഇൻഷുറൻസ് നിങ്ങൾക്ക് വേണം. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും തന്നെ 40 വയസ്സിൽ താഴെയുള്ള ആര് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ടേം ഇൻഷുറൻസ് മസ്റ്റ് ആണ്. ഇറ്റ് ഷുഡ് ബി മിനിമം 15 to 20 times of your annual income. അപ്പൊ അത് എല്ലാവരും എടുത്തിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. പിന്നീട് have sufficient health insurance coverage to take care of medical expenses. കാര്യം മെഡിക്കൽ എക്സ്പെൻസുകൾ വളരെ കൂടിക്കൂടി വരികയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ റിപ്പോർട്ട് വാങ്ങി ഇന്ത്യയിലെ മെഡിക്കൽ എക്സ്പെൻസ് ഓരോ വർഷം 10 to 12% ആണ് റൈസ് ആവുന്നത്. അപ്പം നമുക്ക് 2-3 lakhs ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് it will not save you from financial disasters. More, it will be a problem for many people. അപ്പോൾ കാര്യം നമ്മുടെ നാട്ടിൽ ഹെൽത്ത് കെയർ അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഫ്രാസ്ട്രക്ചർ അതുകൊണ്ട് തന്നെ കോസ്റ്റ് കൂടുതലാണ്. സോ സഫീഷ്യന്റ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാവർക്കും വേണം. പിന്നെ ഡു നോട്ട് ഡിലേ യുവർ ഇൻവെസ്റ്റ്മെന്റ്സ്. ഇത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. പലരും വെബിനാർ അറ്റൻഡ് ചെയ്യും. they will say that I am thinking of it, and time is money. അവരിങ്ങനെ ഡിലേ ചെയ്തുകൊണ്ടിരിക്കും. But then they finally realize that they have lost money. How they lost money is time. Time is money. അതുകൊണ്ട് do not delay your investments. And start now itself to save. ഇന്ന് തന്നെ നിങ്ങൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് പറ്റിയത് ടാക്സ് സേവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കൂടുതലായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഓരോ രൂപയും സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിച്ചിട്ട് നിങ്ങൾ ഇന്ന് തന്നെ ആരംഭിക്കുക നിങ്ങളുടെ സേവിങ്സ്. നിങ്ങൾക്ക് ഇതിലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന 8547442952 എന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാവുന്നതാണ്. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ I will be clarifying. And also I will be posting the video in the webinar group post in so you can see it and understand. Any doubts on it? It's a time for you to ask me. Now I will stop sharing of the screen and you can ask your doubts. Thank you.